വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ചാർലി തോമസുമായി തെളിവെടുപ്പ്. എന്നാലും അതല്ലല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ജയിലിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ തളാപ്പിൽ നിന്നാണ് ചാർലി തോമസിനെ പിടികൂടിയത്. അവനെ ഏതോ ചാർലിയോ തോമസോ ഏതാണ്ടൊക്കെ മാറ്റി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ആ മാറ്റിവിലൂടെ ദുഷ്ടലക്ഷ്യങ്ങൾ, വെറിയൻ അജണ്ടകൾ, ചോറിൽ ചോര തിരിയുന്ന ശീലമാണ്. അത് വിട്ടേക്ക്. ചില അലവലാദികളോട് അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? ഇനി അത് ചാർലി ആണെങ്കിലും ചാമിയാണെങ്കിലും വൃത്തികെട്ടവൻ, മനുഷ്യഗണത്തിൽപ്പെടുത്താൻ കൊള്ളാത്തവനാണെന്നും അധമജന്മം ഏതുവിധേനയും ഒന്ന് ചത്തുമലച്ചത് കണ്ടാൽ മതിയെന്നും ആഗ്രഹിക്കുന്നവരാണ് പേരുമാറ്റിക്കലുടെ അജണ്ടകളില്ലാത്ത മലയാളി. ഒരു മനുഷ്യനല്ലേ, ചത്തുമലച്ചെന്നൊക്കെ പറയാവോ മാപ്രേ എന്ന മനുഷ്യാവകാശത്തിന്റെ വ്യാജമാസ്കം പൊക്കിപ്പിടിച്ച് ആരും ഇങ്ങോട്ട് വന്നേക്കല്ല. തീപ്പാളത്തിൽ ചോര കട്ടപിടിച്ച ചോരനാളിന്റെ പേക്കിനാവിൽ പിന്നീട് അങ്ങോട്ട് ചിരിക്കാൻ മറന്നുപോയത് ആ പെറ്റവയർ മാത്രമല്ല. ഏതു കാട്ടുജീവിയും നാണിച്ചു പോകുന്ന ക്രൂരത കണ്ട് ഈ നാടിന്റെ മനസാക്ഷിക്കുണ്ടായത് ആഴത്തിലെ മുറിവാണ്, ബ്രെയിൻ ഡെത്താണ്. 23-കാരിയെ പിഴിഞ്ഞ് പഴന്തുണി പോലെയാക്കി തല തകർത്ത ചോരപ്രളയത്തിൽ പാളത്തിൽ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ പാഴു ജന്മം പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട്, സാറേ വഴിവക്കിൽ പായസം കിട്ടിയാൽ കുടിക്കാതങ്ങ് പോകാമോ, ഓർത്താൽ ഇപ്പോഴും അടിച്ചു മോന്ത പൊളിക്കേണ്ട കൈത്തരിപ്പാണ്. ആ മനുഷ്യവിരുദ്ധ തെമ്മാടി ഈ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 സുരക്ഷാ ജയിൽ ഭേദിച്ച് തളാപ്പിലെ ഒരു നഗരത്തിൽ കൂടി നെഞ്ചുവിരിച്ച് നടന്നെങ്കിൽ, പിന്നീട് മാധ്യമങ്ങളോട് അശ്ലീലാംഗ്യം കാണിച്ചെങ്കിൽ അത് ആ സിസ്റ്റം പരാജയത്തിൽ അവന്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. ഇനിയും ഞാൻ ചാടും, പോലീസെ തടുക്കാമെങ്കിൽ തടുക്കണോ എന്നാണ് ആ വെല്ലുവിളി. ഈ നാട്